സീ ഫുഡ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പം നമുക്കൊന്ന് നല്ലൊരു സീ ഫുഡിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഇത് നമ്മൾ നല്ലൊരു മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല നാളികേരപ്പാലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മീൻകറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല രുചികരമായ മീൻകറി. ഇത് നമ്മുടെ സ്വന്തം തൃശ്ശൂർ സ്റ്റൈലിൽ തൃശ്ശൂരുകാരുടെ മീൻകറിയാണ് കേട്ടോ. നമുക്ക് ഓരോ സ്ഥലങ്ങളിലും മീൻകറി വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ മീൻ നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത്, മുളക് ചാറ്, അങ്ങനെ പല രീതികളുണ്ട്. ഇത് നമ്മൾ നാളികേരപ്പാലിൽ ചെയ്യുന്ന നല്ല രുചികരമായ മീൻകറിയാണ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സ് പറയുന്നത്, വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ടിപ്സ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മീൻകറി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? നമ്മൾ ഒരു തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മളിവിടെ ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ആവോലി എന്ന് പറയുന്ന മീനാണിത്. ഇതിവിടെ ഏകദേശം ഒരു 1/2 കിലോളം മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സബോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുടംപുളി ഇളം ചൂടുവെള്ളത്തിൽ നമ്മളൊരു 10 മിനിറ്റ് മുമ്പ് സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇവിടെ ഞാൻ ആവശ്യത്തിന് വേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്തിടാം. ഇതൊരു ചെറിയ കഷ്ണം, ഒരു 1.5 ഇഞ്ച് കഷ്ണം വലിപ്പമുള്ള ഒരു ഇഞ്ചി, അതിനെ ചെറുതായിട്ട് ചതച്ചിട്ടുള്ളതാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടി നമുക്കിവിടെ 1.5 ടീസ്പൂണാണ് കേട്ടോ. ചെറിയ ടീസ്പൂണിൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഏകദേശം 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ കാശ്മീരിയാണ്, അപ്പോൾ എരിവ് കുറവാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഏകദേശം ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. 3/4 1. ഇതിപ്പോൾ ഞാൻ 1.5 എടുത്തിട്ടുള്ളത് കാശ്മീരി ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടെ പൊതുവേ ഞങ്ങൾക്ക് എരിവ് കുറവാണ്, അതുകൊണ്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു തേങ്ങ പിഴിഞ്ഞ് 1/4 പാലും 2/4 പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് നമ്മൾ 2/4 പാൽ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ്. ഇനി മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കും. പിന്നെ അത് താളിക്കാനായിട്ട് ചെറിയ ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് നോക്കാം. തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയാണ്. ഓരോ സ്ഥലങ്ങളിലെ മീൻകറികൾക്കും വ്യത്യസ്തമാണ്. പക്ഷേ തൃശ്ശൂരിൻ്റെ മീൻകറി ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, ചട്ടിയിലേക്ക് നമ്മുടെ ഈ സബോളനെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ഏകദേശം ഇവിടെ ഒരു 1/4 ടീസ്പൂണിന് മുകളിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പി കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് വേപ്പില ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ വേപ്പില കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേപ്പിലയിൽ നിന്ന് കുറച്ച് വേപ്പില ഞാനിവിടെ ഇടുന്നുണ്ട്. ഇനി കുറച്ച് നമുക്ക് താളിക്കുന്ന സമയത്തും കുറച്ച് ഇടാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിരുമ്പി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഏകദേശം ഒരു ടീസ്പൂണൊക്കെ, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ അത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയിൽ നല്ല ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാം. നമ്മൾ റിഫൈൻഡ് ഓയിലൊന്നും എടുക്കരുത്. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്പണം കേട്ടോ. തിരുമ്പുമ്പോഴാണ് അതിൻ്റെ എല്ലായിടത്തേക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഒരേ രീതിയിൽ പിടിക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, പറഞ്ഞാലോ പൊതുവെ ഞാൻ ഉപ്പ് കുറവാണ് ചേർക്കാറ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ മീനിൻ്റെ പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ മീൻ പീസ് ഇട്ടിട്ട് നമ്മൾ ഏകദേശം ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് വെക്കണം കേട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുക. ചിലവർ മീൻ വരഞ്ഞിട്ടും വെക്കാറുണ്ട്, പക്ഷേ ഞാൻ പൊതുവെ വരാറില്ല. ഇതിപ്പോൾ നമുക്ക് ഒത്തിരി വലിപ്പമുള്ള മീനല്ല, ഇത് ആവോലിയാണ് കേട്ടോ. ഏത് മീൻ വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ചിലവർ ഇത് വരഞ്ഞൊക്കെ വെക്കുന്നത്, ഇപ്പോൾ നമുക്ക് അത്ര വലിപ്പമുള്ള മീനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത്, ഈ പുളി വെള്ളമില്ലേ, അതിലെ വെള്ളം മാത്രം നമ്മൾ ചേർക്കും കേട്ടോ. പുളി ഇപ്പോൾ ചേർക്കില്ല, വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അത്രയും വെള്ളം മതി. എന്നിട്ട് ഇതിനെല്ലാത്തിനെയും കൂടി മിക്സ് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം.
അപ്പോൾ ഇവിടെ ഏകദേശം 10 മിനിറ്റ് സമയമായി. ഇനി നമുക്ക് ലിഡ് തുറക്കാം. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഗ്യാസ് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ രണ്ടാം പാലുണ്ടല്ലോ, തേങ്ങയുടെ രണ്ടാം പാല് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ രണ്ടാം പാലിൽ കിടന്നിട്ടാണ് നമ്മുടെ കറി വേവേണ്ടത്. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൽ പിന്നെ ഒന്നാം പാൽ ഒഴിക്കുന്നത് കേട്ടോ. ഇത് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കറിയാണ് കേട്ടോ. പക്ഷെ ഓരോ സ്ഥലങ്ങളിലെയും മീൻ കറികളിൽ വ്യത്യസ്തമാണ്. നമ്മുടെ തൃശ്ശൂരുണ്ടാക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്കിത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തള വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. തള വന്നു കഴിഞ്ഞാൽ പിന്നെ മൂടി വയ്ക്കരുത്, ആവിവെള്ളം വീഴും. അപ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. തള വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സൈഡുകളിൽ നിന്നൊക്കെ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയതായിട്ട് അതിൻ്റെ ഉള്ളിൽ തള വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, ആ കുടംപുളി ഒന്ന് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കുടംപുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായി ഒന്ന് ചൂടായതിനു ശേഷം വേണം കുടംപുളി ഇടാൻ, അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള നാളികേരപ്പാലുണ്ടല്ലോ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ചൂടായി വരാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം, ഒന്ന് നന്നായി തന്നെ ചൂടാവണം. അതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ. പിന്നെ കയ്യിലുകൊണ്ട് ഒത്തിരി ഇളക്കരുത്. ഇനി ഈ മീൻ വേവാനായിട്ട് അനുവദിക്കുക. ഇത് ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവട്ടെ. ചെറുതായിട്ട് തള വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഫുൾ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇത് വളരെ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതിൽ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടംപുളി നമ്മൾ ചെറിയതായിട്ടൊന്ന് ചൂടായി, തള വെട്ടണമെന്നില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നാളികേരപ്പാലും അതിലുള്ള മീനും മറ്റു സാധനങ്ങളൊക്കെ ചൂടായി വന്നതിന് ശേഷം വേണം കുടംപുളി ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ മീൻകറി പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് കറിയിലൊരു ചെറിയൊരു പിരിഞ്ഞ പോലെ വരും, കാരണം നാളികേരപ്പാലിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിൽ തള വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം മീനൊന്ന് വേവാനായിട്ട്. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മീൻ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്, നമ്മുടെ മണ്ണിൻ്റെ മീൻ ചട്ടിയിൽ. അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കുന്നതാണ് കുറച്ചും കൂടി നമുക്ക് കറിക്ക് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ എന്നത് വെക്കാനായിട്ട് നോക്കാം. ഇനി ഞാനിവിടെ ഫസ്റ്റ് പാൽ ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ താഴത്ത് കുറച്ച് തെളിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, ആ ഭാഗം ഒഴിക്കുന്നില്ല, അല്ലാതെയുള്ള ഭാഗം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ഒഴിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പിരിയും കേട്ടോ. ഈ പാലൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം മൺചട്ടി ആകുമ്പോഴേ നല്ല ചൂടായിരിക്കും ചട്ടിക്ക്. അപ്പോൾ ചട്ടിയിലെ ചൂടും എല്ലാം കൂടി ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. ഇനി നമുക്കിതിനെ വേവിക്കേണ്ട, തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യാം. കാരണം മൺചട്ടി ആയതുകൊണ്ട് ഓൾറെഡി അതിലിരുന്നത് നന്നായിട്ട് ചൂടായി ഇരുന്നോളും. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് താളിക്കാൻ പോവാണ് കേട്ടോ. സാധാരണ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിതിലൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് താളിക്കാതെ അതിലേക്ക് ഡയറക്റ്റ് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കും. ഞങ്ങൾ അങ്ങനെയല്ല, താളിച്ചിട്ടാണ് നമ്മളിവിടെ. താളിക്കുമ്പോഴാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 4 ചുമന്നുള്ളി കേട്ടോ, ചുമന്നുള്ളി തന്നെ എടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. 4 ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിന് കളർ മാറി ചെറിയൊരു ബ്രൗൺ കളർ വരണം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വേപ്പില ഇടാണ് കേട്ടോ, അധികമൊന്നുമില്ല, കുറച്ച് വേപ്പില കേട്ടോ, ഇത്തിരി വേപ്പില ഇടും. ഇനി തീന നന്നായിട്ട് സിമ്മിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം ഞാനിതിലേക്കൊരു കാശ്മീരി മുളക് പൊടി തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് എരിവിന് മാത്രമല്ല കേട്ടോ, അത് നമുക്ക് നല്ലൊരു കളറ് കൊടുക്കും കറിക്ക്, നല്ലൊരു ഭംഗി ഉണ്ടാവും, നല്ലൊരു കളറും ഉണ്ടാവും, കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ചെയ്യും. ഇനി നമുക്ക് തീ പതുക്കെ ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനിനി താളിച്ചതിനെ എടുത്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ലാസ്റ്റ് ഈ സൈഡിൽ നിന്ന് കുറച്ച് ചാറിങ്ങനെ എടുത്ത് നമ്മൾ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അത് അതിലുള്ള വെളിച്ചെണ്ണയും അതൊക്കെ ഒന്ന് പിടിച്ചു വരാനാണ് കേട്ടോ. ഇനി ഇതിനെയും നമ്മളിതിലേക്ക് ഒഴിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി. ഇനി വേറൊരു ടിപ്പ്,
മീൻകറി റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മൺചട്ടിയാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇളക്കിയാൽ മതി, അല്ലാണ്ട് വേണ്ട. ഇനി മീൻകറി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇത് വെക്കുക. മൂടി വെക്കുമ്പോൾ ആവി വെള്ളം ഇതിൽ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കയ്യിൽ ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മൂടി വെക്കാനായിട്ട്. പെട്ടെന്ന് ആവി വെള്ളം വരില്ല, എന്നിട്ടത് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് തുറന്ന് വയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ചോളൂ. ഞാനിവിടെ തുറന്ന് വയ്ക്കാൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് തുറന്ന് വയ്ക്കുമ്പോൾ എന്തെങ്കിലും വീഴുന്നോ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം.